ഇവരിപ്പോൾ സ്റ്റേ ചെയ്തു എന്ന് പറഞ്ഞ ഈ 5 വർഷക്കാലമുള്ള പ്രാക്ടീഷൻ മുസ്ലിം എന്ന ഈ ഭാഗമുണ്ടല്ലോ, ഈ ഭാഗത്തിന് പ്രഥമ ദൃഷ്ടിയ അത്തരമൊരു വ്യവസ്ഥ ഏകപക്ഷീയമോ വിവേചനപരമോ ആണെന്ന് പറയാനാവില്ലെന്നാണ് പറയുന്നത്. അതായത് ഇത് ശരിയല്ല എന്നല്ല പറഞ്ഞത്. അവിടെ വേട് പറഞ്ഞതുപോലെ മെക്കാനിസം, ഒരാൾ പ്രാക്ടീസ് 5 വർഷക്കാലമായി യഥാർത്ഥ മുസൽമാനോ എന്ന് എങ്ങനെ പരിശോധിക്കും? വിശ്വാസത്തെ അളക്കാൻ ഒരു മാനസികോമീറ്റർ ഇല്ലാത്തൊരു രാജ്യത്ത് അപ്പം അതിനുള്ള ഒരു മെക്കാനിസം ഉണ്ടാക്കും വരെ, അത് സ്റ്റേറ്റിനോട് പറഞ്ഞു, ഉണ്ടാക്കും വരെ ഇത് നിർത്തിക്കുന്നു. ഈ വ്യവസ്ഥക്ക് ഞങ്ങൾ എതിരല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ടെമ്പററി സ്റ്റേ ഇവിടെ നൽകിയത്. അപ്പം സർക്കാരിനേക്കാളും മോശമായ ഇന്റൻഷൻ സുപ്രീം കോടതിയിലെ ഈ ഫൈൻഡിങ്ങിനുണ്ട് എന്നതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യം. എന്നാൽ വിധിയിലെ ആശ്വാസകരമായ ഭാഗങ്ങൾ അത് ആശ്വാസകരം എന്ന് തന്നെയല്ലേ പറയേണ്ടത്? അതാണ് അങ്ങ് നേരത്തെ പറഞ്ഞ കളക്ടർ വന്ന് പെട്ടെന്ന് പിടിച്ചാൽ ഉടനെ ആ വഖഫിന്റെ സ്വഭാവം മാറിയത് സർക്കാരിന്റെ ആകുമെന്ന്. അതിനുള്ള ഉപചോദ്യങ്ങൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് അനിൽകുമാറിനോട്. അതിനുള്ള ഉപചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അല്ല, ഒരു മിനിറ്റ്, അനിൽകുമാറിന് നേരെ 10ാം ക്ലാസ്സൊക്കെ പോവുക. അദ്ദേഹം എന്തുണ്ടെങ്കിൽ എല്ലാ അവസരങ്ങളും അറബിക്കടലിലേക്ക് എന്ന് പറയുകയാണെങ്കിൽ BJPയും ഒരു ഫാസിസ്റ്റ് സർക്കാരും കൊണ്ടുവരുന്ന ഒരു മാരകമായ ബില്ലിന്റെ ചർച്ചയുടെ കൺക്ലൂഷൻ കൊണ്ടുപോയി ലീഗിന്റെ തലമണ്ട കടിക്കുക. അത് അദ്ദേഹത്തിന്റെ എന്താ പറയുക ഗതികേടാണ്. വഴിതിരിക്കും. അത് ലീഗിനെ കോൺഗ്രസിനെ മാന്തിയിട്ട് പോകും. അത് അദ്ദേഹത്തിന് എന്ത് യാഥാർത്ഥ്യം? ഒരു യാഥാർത്ഥ്യം ഇല്ലേ? അതൊരു വക്കീലിന്റെ അടുത്ത് പറ്റിയ പക്ഷേ അതിന് തിരുത്തൽ ഹർജി കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ തീരണം. മാന്യനാണെങ്കിൽ അത് അവസാനിപ്പിക്കണം. മനസ്സിലായോ? അപ്പൊ അതവിടെ നിർത്തി. എന്റെ സുഹൃത്ത് സാബു പ്രസാദ് 1-2 കാര്യങ്ങൾ പറഞ്ഞു. അതിനു കൂടി മറുപടി പറയേണ്ട ഒരു ബാധ്യത, ഉണ്ട്. ആരവിടെ ചിരിക്കണേ? അപ്പോ സാബു പ്രസാദ് ഇവിടെ പറയുണ്ടായി, ദേവസ്വം ബോർഡിൽ ഇതര മതസ്ഥർ വരുന്നതും വഖഫ് ബോർഡിൽ വരുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. വഖഫ് നിയമത്തെ കുറിച്ചിട്ട്, എന്താണ് വഖഫ് നിയമം എന്നതിനെ കുറിച്ചിട്ടുള്ള ചില പുസ്തകങ്ങളുണ്ട്. നിങ്ങൾ ഒരു പബ്ലിഷിംഗ് വിൽക്കുന്ന ഒക്കെ ആളാൾക്ക് അറിയാം. അതിൽ വ്യക്തമായി പറയുന്നുണ്ട്, വഖഫ് ചെയ്യപ്പെട്ട സ്ഥാപനങ്ങൾ, അത് ആരാധനാലയം അടക്കമുള്ളവർ, അവിടുത്തെ ദൈനംദിന നിർവഹണത്തിലെ തർക്കങ്ങൾക്ക് പരിഹാരം വഖഫിന്റെ ബാധ്യതയാണ്. അത്തരമൊരു തർക്കമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള 1-2 തർക്കങ്ങൾ. ആ തർക്കത്തിൽ ഇവിടുത്തെ മത്തായിക്കും കുഞ്ഞിരാമനും എന്ത് റോൾ നിർവഹിക്കാൻ കഴിയുമെന്നാണ് ഞാൻ ചോദിച്ചത്. തിരിച്ച് ദേവസ്വം ബോർഡിൽ ഇതുപോലെയാണെങ്കിൽ അതാണ് ഞാൻ നടത്തിയത്. പിന്നെ വഖഫ് കേസുകൾ ആരുമായിട്ടാണ്? സാബു പ്രസാദ് തെറ്റിദ്ധരിക്കുകയാണ്. ഈ വിഷയത്തിൽ സാബു പ്രസാദ് വേണ്ടത്ര പഠിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അങ്ങ് മാനസികമായി സമ്മതിക്കും. കാരണം വഖഫ് വ്യവഹാരങ്ങളിലെ അപ്പുറത്തുള്ള കക്ഷികൾ മുസ്ലിങ്ങളാണ്. വളരെ നാനോ% ഇതര സമൂഹങ്ങളുള്ളൂ. അദ്ദേഹം ഒരു കണക്ക് 40,000 വ്യവഹാരങ്ങൾ, അതിൽ 31,000 വ്യവഹാരവും മുസ്ലിം ഇതരർ എന്ന്. തെറ്റാണ്. അതിപ്പോ ഇന്നാളിപ്പോ ഒരു ചർച്ചയിൽ CJPന്റെ പ്രതിനിധി പറഞ്ഞു, ഇവിടുത്തെ പിന്നോക്ക വിഭാഗങ്ങളുടെ സംവരണത്തിലെ 40% മുസ്ലിങ്ങൾ കൈവശപ്പെടുത്തിയിരിക്കുകയാണ്. ഞാൻ ചോദിച്ച അവതാരകനോട്, താൻ എന്തോടെന്ന് കേട്ടിരിക്കുന്നത്? 12% താഴെ മുസ്ലിങ്ങൾ സംവരണം, അത് 40 എന്ന് 4 ഇരട്ടി കണക്കാക്കി അപ്പുറത്തുനിന്ന് വിളിച്ചു പറയുമ്പോൾ അരുത്, തെറ്റ് പറയരുത് എന്ന് പറയേണ്ടത് അവതാരകരാണ്. ഈ 40,000 കേസ് 31,000 കേസ് ഇതര ആളുകളാണെങ്കിൽ ഞാനിവിടെ വെല്ലുവിളിക്കുന്നു സാബു പ്രസാദിനെ, വേണു, നമ്മൾ എന്ത് ചെയ്യുക? നമുക്കൊന്ന് ഇരിക്കുക, ഒരു സമയം കാര്യം പറയൂ. ഈ 40,000 കേസിന്റെ രജിസ്റ്ററിന്റെ ലിസ്റ്റുമായി വരൂ. വഖഫ് ബോർഡ് വേഴ്സസ് ആരാണ് എന്നത് സാബു പ്രസാദ് എന്ത് ചെയ്യട്ടെ, ഒന്ന് പ്രൂവ് ചെയ്യട്ടെ. ചുമ്മാ അങ്ങനെയാണ് ഒരു എണ്ണാണ്ട് വിളിച്ചു പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. അത് ശരിയല്ല. വഖഫുമായി ബന്ധപ്പെട്ട കേസുകൾ മിക്കതും ആരുമായിട്ടാണ്? മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് ഈ വഖഫ് സ്വത്ത് കൂടുതൽ അടിച്ചു മാറ്റിയത്. അതങ്ങൾ മനസ്സിലാക്കണ്ടേ. ഒരുപാട് കേസുകൾ എടുത്ത് പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഈ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട കേസുകളിലും അധികവും ഹൈന്ദവരായിരിക്കും. വളരെ അപൂർവമാണ് മറ്റതുണ്ടാവുള്ളൂ. ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ആർക്കും എന്തും നിയമമുണ്ടാക്കാം. റൊണാൾഡോ ട്രംപിനെ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പിരിച്ചുവിടാൻ വേണമെങ്കിൽ നമുക്ക് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ തീരുമാനിക്കാം. അത് ഭരണഘടനാപരമാണോ, അധികാരമുള്ള വിഷയത്തിലാണോ, അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മളെ സുപ്രീം കോടതി ഭരണഘടനാ മൂല്യങ്ങൾ വയലേറ്റ് ചെയ്യപ്പെട്ടത് അന്തിമ വിധിയിൽ പരിഗണിക്കും എന്ന പ്രത്യാശയാണ് ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലക്ക് ഇന്ത്യയിലെ പരമോന്നത നീതിപീഠത്തുന്നത് ഞാനും എന്റെ പാർട്ടിയും പ്രതീക്ഷിക്കുന്നത്. ഇടക്കാല വിധിയിൽ ചെറിയൊരു ആശ്വാസമുണ്ട്, അതിനപ്പുറത്ത് ആശങ്കകളുമുണ്ട്.